ഞങ്ങൾ ഇറാൻ്റെ കൂടെ ഇല്ല എന്ന് ഇന്ത്യ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏത് ഇറാൻ? ഒരു സമയത്ത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് കാശ്മീരിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളുടെ പേരിൽ UN ഒരു പ്രമേയം കൊണ്ടുവരാൻ പോകുമ്പോൾ അതിനെ വീറ്റോ ചെയ്ത ഇറാൻ. നിർണായക ഘട്ടങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിലടക്കം ഇന്ത്യയുടെ കൂടെ നിന്ന ഇറാൻ. മധ്യേഷ്യയിലേക്ക് പാകിസ്ഥാൻ ഒഴികെ മറ്റൊരു കവാടം തുറക്കണമെങ്കിൽ നമുക്കുണ്ടായിരുന്ന ഒരേ ഒരു അലയായിട്ടുള്ള ഇറാൻ. പരമ്പരാഗതമായി നമ്മളുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിട്ടുള്ള ഒരു ഇസ്ലാമിക് രാഷ്ട്രം. ഇസ്ലാം വേൾഡിൽ അങ്ങനെ വലിയ സുഹൃത്തുക്കളൊന്നും ഇന്ത്യക്കില്ല എന്നോർക്കണം. അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ കളിക്ക് പോയിരിക്കുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഇത്രയും കാലം ഇന്ത്യ ചെയ്തു വെച്ച ഇന്ത്യയുടെ ക്രെഡിബിലിറ്റിക്കും ഒക്കെ ഉള്ളൊരു തകർച്ചയാണ്. കാരണം വളരെ ലളിതമാണ്. ഇന്ത്യ ഇത് നയതന്ത്രജ്ഞത എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു പുതിയ സാഹചര്യം വരുമ്പോൾ ഞങ്ങൾ തീരുമാനം മാറ്റി വരണം. പക്ഷേ ഇന്ത്യയുടെ ഒരു പാരമ്പര്യമുണ്ട്. ഇന്ത്യ എല്ലാ കാലത്തും നീതി, ന്യായം, അന്താരാഷ്ട്ര നിയമങ്ങളുടെ പാലനം ഇതിനെയൊക്കെ വളരെ കാര്യമായി സൂക്ഷിക്കുന്ന, അതിനെക്കുറിച്ച് കൺസേൺഡ് ആവുന്ന ഒരു രാഷ്ട്രമായിട്ടാണ് അറിയപ്പെടുന്നത് ലോകത്തെല്ലായിടത്തും. പിന്നെ ഒരു മേമ്പടിക്ക് വസുദൈവ കുടുംബകം മുതലായ നമ്മുടെ ഇഡിയംസ് ഉണ്ട്. അതൊക്കെ ഒരു നമ്പറായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്, എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം അതിനെ മുഴുവൻ തള്ളിക്കളയുന്നത് മാത്രമല്ല. ഒരു രാഷ്ട്രത്തിൻ്റെ പരമോന്നത നേതാവിനെ യുദ്ധം പോലും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അയാളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ബോംബിട്ട് തീർക്കുകയാണ്. യുദ്ധം പോലും ഇല്ല ആ സമയത്ത്. ആ രാജ്യത്തെ ഭസ്മീകരിക്കാൻ തുടങ്ങുമ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് യുണൈറ്റഡ് നേഷൻസിൻ്റെ, ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് കോട്ട് ചെയ്യുന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ എല്ലാ നിയമങ്ങൾക്കും എല്ലാ കീഴ്വഴക്കങ്ങളിലെ ലംഘനമാണ്. അങ്ങനെ ചെയ്യുന്ന ഇന്ത്യ ഈ പുതിയ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇത് വളരെ ട്രിക്കിയായിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയം മാത്രമല്ല, ഇന്ത്യയുടെ അന്താരാഷ്ട്ര തലത്തിലെ ഇമേജിനെ കൂടെ ബാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ആരായി? അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൂടെ കളിക്കുന്ന ഒരു കളിക്കാരനായി മാറുകയാണ് ചെയ്തത്. 2 മാസം മുമ്പ് നമ്മളെ മുൾമുനയിൽ നിർത്തിയ രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക. നമ്മളെ ഭീഷണിപ്പെടുത്തിയ, നമ്മളെ പുച്ഛിച്ച നേതാവിൻ്റെ പേരാണ് ഡൊണാൾഡ് ട്രംപ്. അയാളുടെ കൂടെ കൂടാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്.